ഡയലക്ട്രിക്സിൽ ബാക്കിയുള്ള പോർഷൻസാണ് സോഴ്സസ് ഓഫ് പോളറൈസേഷൻ ആൻഡ് ഫെറോ ഇലക്ട്രിസിറ്റി. ആദ്യം നമുക്ക് സോഴ്സസ് ഓഫ് പോളറൈസേഷൻ നോക്കാം. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് പോളറൈസേഷൻ? Sources of polarization. Polarization means electric polarization. Sources of polarization, electric. Okay. Means ഏതൊക്കെ മെറ്റീരിയൽസ് പോളറൈസ്, ഏതൊക്കെ തരത്തിലുള്ള മോളിക്യൂൾസ് നമുക്ക് ഇലക്ട്രിക് പോളറൈസേഷൻ തരും നോക്കാം. ഒന്ന് അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് പോളറൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സോഴ്സ് ഓഫ് പോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം പോളറൈസേഷൻ എന്താണെന്ന്, ഇലക്ട്രിക് പോളറൈസേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് ആർ ഇലക്ട്രിക്കലി പോളറൈസ്ഡ്. അപ്പോൾ ടൈപ്പ് ഓഫ് പോളറൈസേഷൻ നോക്കാൻ നമുക്ക് 3 തരമുണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് പോളറൈസേഷൻ, രണ്ടാമത്തത് അയോണിക് പോളറൈസേഷൻ, രണ്ടാമത്തെ അയോണിക്, ആൻഡ് മൂന്നാമത്തത് ഓറിയൻറ്റേഷൻ പോളറൈസേഷൻ. ഇതുമാണ് നമുക്ക് 3 ടൈപ്സ് ഓഫ് പോളറൈസേഷൻ, 3 ടൈപ്സ് ഓഫ് പോളറൈസേഷൻ, ഇലക്ട്രിക് പോളറൈസേഷൻ. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് പോളറൈസേഷൻ സോഴ്സ് എന്ന് പറഞ്ഞ ആറ്റംസ് ആണ്. അയണിക് പോളറൈസേഷൻ്റെ അയണിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എക്സെട്ര. ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളാർ മോളിക്യൂൾസ് അത് സാധാരണ മെറ്റീരിയൽ റാൻഡമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒറ്റ ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അതിനാണ് ഓറിയൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇലക്ട്രോണിക് പോളറൈസേഷൻ എന്താണ്? ഇലക്ട്രോണിക് പോളറൈസേഷൻ നമ്മളൊരു നമുക്കറിയാം, നമുക്ക് സാധാരണ ഇതിൽ പോളാർ മോളിക്യൂൾ ഉണ്ട്, അതായത് നോൺ പോളാർ മോളിക്യൂൾ എന്തെങ്കിലും ഉണ്ട്. ഓക്കെ, നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ, when a dielectric slab is subjected to external field, subjected to external electric field E, the nucleus and the electron cloud, and electron cloud are pull apart, and electron cloud pull apart by the force due to external field. ഇതാണ് ഈ ഇലക്ട്രോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സും അതുപോലെ ഇൻറ്റേർണലായിട്ട് ഇൻബിൽഡ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്. ദേ ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, സോ ഫൈനലി ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് ഉണ്ട്, അതേപോലെ നമുക്കൊരു ആറ്റോമിക് ക്ലൗഡാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കാൻ നമുക്കറിയാം, ഒരു ന്യൂക്ലിയസ് സെൻറ്റർ ഉണ്ട് അല്ലേ. ഇത് റൗണ്ടാണ് ന്യൂക്ലിയസ് അല്ലേ. ഇത് ന്യൂക്ലിയസ് ആയിട്ട് എടുക്കുക അല്ലേ. ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ചുറ്റുമുണ്ട് അല്ലേ. ഇതാണ് ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഈ ഡോട്ടാണ് ഇലക്ട്രോൺ ക്ലൗഡ്. ഇതാണ് അതിൻ്റെ റേഡിയസ്. ഇപ്പോൾ നമ്മളൊരു ഇതിൻ്റെ റേഡിയസ് 6 ആക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ക്ലൗഡ്. നമ്മളുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഒരു സൈഡിൽ, ഒരു ഇലക്ട്രോൺ ഒരു സൈഡിലോട്ടാകും. ഓക്കെ, അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസ് ഇങ്ങോട്ടാവും, അതേപോലെ ഇലക്ട്രോൺ ക്ലൗഡ് എന്നാണ് കറക്റ്റ് ഇതെല്ലാം കൂടെ ഒരു dx ഡിസ്റ്റൻസിൽ. ഇതിപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡാണ് അല്ലേ, ഇത് ന്യൂക്ലിയസ്.
അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ബൈ, അപ്പോൾ ന്യൂക്ലിയസിന് നിങ്ങൾക്ക് പ്ലസ് ചാർജ് കൊടുക്കാം, മറ്റേ ഇലക്ട്രോൺ ക്ലൗഡിന് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് പോളറൈസേഷൻ ഉണ്ടാവുന്നത്. അറ്റോമിക് ക്ലൗഡ് രണ്ട് ഭാഗമായിട്ട് സെപ്പറേറ്റ് പോസിറ്റീവ്. അപ്പോൾ ഇത് തമ്മിലൊരു നമുക്കറിയാം, ഇത് സെപ്പറേറ്റ് നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യണം. സപ്പോസ് ഐ എം അപ്ലൈ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് പോസിറ്റീവ് ക്ലൗഡ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് പോകും. നെഗറ്റീവ് മൂവ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് ഫോഴ്സ്, നമ്മളൊരു ഇതിൻ്റെ ഇപ്പോൾ ചാർജ് ZD ആണെങ്കിൽ, ഇതിൻ്റെ ചാർജ് ZD ആണെങ്കിൽ നമ്മുടെ ലോറൻസ് ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ ZD ഇൻറ്റു, ഇതാണ് ഇത് എക്സ്റ്റേണൽ ഫോഴ്സ്, ഇതാണ് എക്സ്റ്റേണൽ ലോറൻസ് ഫോഴ്സ്. എക്സ്റ്റേണൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോഴ്സും ഇൻറ്റേർണൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഫോഴ്സും ബാലൻസ് ചെയ്തെന്തായിരിക്കും. അപ്പം ആ ഒരു രണ്ട് ഫോഴ്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ആ മെറ്റീരിയൽ പോളറൈസ്ഡ് ആയെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ അൾട്ടിമേറ്റ്, രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്യണം. അതാണ് ഏറ്റവും എൻഡിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് ചാർജ് സെപ്പറേറ്റ് ആയി വന്നു, അല്ലേ. അപ്പോൾ രണ്ട് ചാർജ് നമുക്ക് നോക്കാം. നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ആണെങ്കിൽ ഇപ്പോൾ രണ്ട് ചാർജായിട്ട് സെപ്പറേറ്റ് ചെയ്തു, അല്ലേ. ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ഈ എക്സ്, അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫോഴ്സ് എന്താണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൂളം ഫോഴ്സ്, ഇൻറ്റേർണൽ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് കൂളം ഫോഴ്സാണ്. രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ്. ഇൻറ്റേർണൽ ഫോഴ്സ് ഈസ് ദ ഇൻറ്റേർണൽ ഫോഴ്സ്, കൂളം ഫോഴ്സ്, കൂളം ഫോഴ്സ്, കൂളം ഫോഴ്സ്. ഇൻറ്റേർണൽ ഫോഴ്സ് നമുക്ക് കൂളം ഫോഴ്സാണ്. അത് നമുക്കറിയാം, എഫ് സി ഈക്വൽ ടു കൂളം ഫോഴ്സ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു അടുത്ത ചാർജ് നമുക്കറിയാം ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ചാർജ്, അല്ലേ. ഇലക്ട്രോൺ ക്ലൗഡ് ചാർജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഡിസ്റ്റൻസ് 4 epsilon 0 x square, r square ആണ് x square, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ ക്ലൗഡ് ചാർജ് കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു അസംഷനിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ നമ്മളിത് ഇലക്ട്രോൺ ക്ലൗഡ് ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്ത ഡയഗ്രത്തിൽ തന്നെ ഇങ്ങനെ എഴുതുക. ന്യൂക്ലിയസ് സെൻട്രലാണ്, അതിൽ ഇലക്ട്രോൺസ് ഒക്കെ ഇതൊക്കെ, അല്ലേ. പിന്നെ ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണ്, സെൻട്രലുള്ള ന്യൂക്ലിയസ്, ബാക്കി ചുറ്റുമുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. റോ ഈക്വൽ, ഇതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് -ZD ഡിവൈഡ് ബൈ 4/3 വോളിയം 4/3 πr3. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ -3/4 ഇങ്ങനെയാണ്, 3/4 ZD ബൈ πr3 വരും. ഇതാണ് എൻ്റെ ചാർജ് ഡെൻസിറ്റി. ഈ ചാർജ് ഡെൻസിറ്റി നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങൾക്കറിയാം നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും, ഒരു നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും, അല്ലേ. ഡിസ്റ്റൻസ് എക്സ് ആണ്, ഡിസ്റ്റൻസ് ഇത് നമ്മളൊരു സെപ്പറേഷൻ എക്സ് ആണെന്നിരിക്കും. അപ്പോൾ നമുക്ക് ചാർജ് ഡെൻസിറ്റി, അപ്പോൾ ഇതിൻ്റെ ഉള്ള ടോട്ടൽ ചാർജ് നമ്മളൊരു അസംഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സ് റേഡിയസിൻ്റെ ഉള്ളിനകത്ത് തൽക്കാലം നമുക്കൊരു അസംഷൻ ചെയ്തിട്ട് ചെയ്യാം, അല്ലേ. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ റേഡിയസ് എക്സ്. ആ ഒരു ചെറിയ റേഡിയസ് എടുത്ത് നമുക്ക് ചെയ്യാം. എക്സ് റേഡിയസ് എടുത്ത് നമുക്ക് അതിന് ചുറ്റുമുള്ള, അപ്പോൾ ഒരു ഡയറക്ഷനിലാണ് ഇത് വന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു അതിൻ്റെ ഒരു ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡെൻസിറ്റി 4/3 πx3, ഡെൻസിറ്റി നമുക്കറിയാം. വോളിയം ഇൻറ്റു ചാർജ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 4/3 πx³ ഇൻറ്റു -3/4. ഓക്കെ, ZD ബൈ
പൈ ആർ ക്യൂ. ഇതാണ് എൻ്റെ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈ ആൻസർ നിങ്ങൾ ഓർത്തേക്ക് മൈനസ് ZD x³ ആർ ക്യൂ. അപ്പോൾ നമുക്ക് ഫൂളം ഫോഴ്സും കിട്ടി. അതേപോലെ നമുക്കറിയാം മറ്റേ ഇലക്ട്രിക് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ ZD. ഇത് രണ്ടും കമ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം കോളം ഫോഴ്സും അതുപോലെ നമ്മുടെ ലോറൻസ് ഫോഴ്സ് ഈക്വലാണ്. ഓക്കെ ഓക്കെ കൂളം ഫോഴ്സ് തെറ്റിപ്പോയി, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് വന്നു. ഓക്കെ ഇത് ശരിക്കും നമ്മൾ കൂളം ഫോഴ്സ് എത്തിയിട്ടില്ല. ഓക്കെ, ചാർജ് എൻക്ലോസറാണ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ, ചാർജ് എൻക്ലോസർ. ഓക്കെ, ചാർജ് എൻക്ലോസർ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ കൂളം ഫോഴ്സ് കണ്ടുപിടിക്കും. കൂളം ഫോഴ്സ് FC ഈക്വൽ ടു ചാർജ് എൻക്ലോസർ ഇൻറ്റു ZD ഇൻറ്റു 4πε0 സ്ക്വയർ അല്ലെ 4πε0 ഇൻറ്റു ചാർജ് എൻക്ലോസർ. ചാർജ് എൻക്ലോസർ ഇസ് മൈനസ് ZD x³ r³ which is equal to minus z² e² x/4πε0 r³ ആണ്. ഓക്കെ, നമുക്ക് ലോറൻസ് ഫോഴ്സ് അറിയാം. F ഈക്വൽ ടു ZD ഇൻറ്റു V. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ FE ഈക്വൽ ടു FC ചെയ്യാം. ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് ZD ഒരെണ്ണം മൈനസ് ZD ഈക്വൽ ടു മൈനസ് z² e² x/4πε0 r³ അല്ലേ. അപ്പോൾ ഒരെണ്ണം ഒരു ചാർജ് രണ്ട് ഈക്വലാണ്, ഓപ്പോസിറ്റാണ് അല്ലേ. രണ്ട് ചാർജിൽ രണ്ട് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഒരു ഫോഴ്സ് നമ്മൾ നെഗറ്റീവ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കി എടുത്തു അല്ലേ, ഫോഴ്സ് രണ്ട് നെഗറ്റീവ് ആക്കി എടുക്കുക. സോ ദെർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ZdX/4πε0 r³ എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ X ഈക്വൽ ടു 4πε0 r³ ഡിവൈഡ് ബൈ ZD എന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡാണ്. അടുത്തത് നമുക്ക് ഡൈപോൾ പി എന്ന് പറഞ്ഞ ടേം ഇലക്ട്രോണിക് ഡൈപോൾ മൊമെൻറ്റ് വിച്ച് ഇസ് നമുക്കറിയാം. ഇലക്ട്രോണിക് ഡൈപോൾ മൊമെൻറ്റ് ചാർജ് ഇൻറ്റു വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു സെപ്പറേഷൻ ഓഫ് ദ ഡിസ്റ്റൻസ്. സെപ്പറേഷൻ നിങ്ങൾക്കറിയാം X ആണ് അല്ലേ. വൺ ഓഫ് ദ ചാർജ് ഒരു സൈഡിൽ നിങ്ങൾക്കറിയാം, ഒരു സൈഡിൽ എന്താണ്, ഒരു സൈഡിൽ ഇപ്പോൾ ഇത് പ്ലസ് ZD ആണെങ്കിൽ ഇത് മൈനസ് ZD ആണ്. അപ്പോൾ വൺ ഓഫ് ദ ചാർജ് ZD. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് P ഈക്വൽ എന്താണ് ZD ഇൻറ്റു X. ഓക്കെ, which is equal to X നമുക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ZD 4πε0 r³ E ഡിവൈഡ് ബൈ ZD എന്ന് എഴുതാം. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ എഴുതിയപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങനെ എഴുതി. ഓർ ഡൈപോൾ മൊമെൻറ്റ് P ഈക്വൽ ടു ഒരു ആറ്റത്തിൻ്റെ ഡൈപോൾ മൊമെൻറ്റാണ് നമ്മൾ P എന്ന് എഴുതണം. വിച്ച് ഇസ് ഈക്വൽ ടു 4πε0 r³ ഇൻറ്റു E. ഓക്കെ, or P is proportional to P equal to alpha E into ഇതാണ് പോളറൈസേഷൻ. alpha E is called the alpha E equal to 4πε0 r. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി. സോ ആൽഫ ഈസ് കോൾഡ് ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി. അതേപോലെ ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആൽഫ ഇ. ഡൈപോൾ മൊമെൻറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ഓർ ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു ആൽഫ ഇ ഇൻറ്റു ഇ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പി നമുക്ക് തന്നെ വാട്ട് ഈസ് ഇലക്ട്രോണിക് നമ്മൾ സ്മോൾ പി എന്നാണ് എഴുതിയത്. ദെൻ ക്യാപിറ്റൽ പി മീൻസ് വിച്ച് ഈസ് ആക്ച്വലി dipole moment per unit volume. Dipole moment per unit volume. ഇതാണ്
ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക് പോളറൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത് അറ്റോമിക് പോളറൈസിറ്റി നമ്മൾ ആൽഫ ഇ, അതേപോലെ ഇലക്ട്രോണിക് പോളറൈസേഷൻ ഡൈപോൾ പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ n ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം, n is the atoms per യൂണിറ്റ് വോളിയം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, n into p, n into each is equal to capital P. മറ്റേ സ്മോൾ പി ആണ്, ഈ സൈഡിലേക്ക് സ്മോൾ പി ആണ്, equal to number of dipole atoms per unit volume into P equal to P, or which is equal to നമുക്ക് P കണ്ടു n into alpha into ഇതാണ്. Then നമുക്ക് ഓൾറെഡി P equal to നേരത്തെ നമ്മൾ കിട്ടിയാണ്, P equal to പോളറൈസേഷൻ എപ്സിലോൺ r minus 1 കിട്ടിയായിരുന്നു, or എപ്സിലോൺ r minus 1 equal to n alpha e minus epsilon 0 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് പോളറൈസേഷനെ കുറിച്ച് ചെറുതായി. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഫോർമുല ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് ഇലക്ട്രിക് പോളറൈസേഷൻ അല്ലേ. ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ P, which is called electronic polarization. Dipole moment is proportional to electric field. Dipole moment is proportional to electric field, where alpha is called the atomic polarizability. ആൽഫയിൻ്റെ ഒരു വേറെ വാല്യൂണ് ആൽഫ ഈക്വൽ 4 pi epsilon 0 r3 എന്നൊക്കെ. അടുത്തത് അയോണിക് പോളറൈസേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ആറ്റത്തിൻ്റെ കേസാണ് എടുത്തത് അല്ലേ. ആറ്റാണെങ്കിൽ മോളിക്യൂളാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും, ദർ ഈസ് അറ്റോമിക് പോളറൈസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് പോളറൈസബിലിറ്റി. അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പോളറൈസേഷനാണ് അയോണിക് പോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മോളിക്യൂൾസ് വരുമ്പോൾ എന്തായിരിക്കും, നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റോമിക് കോമ്പണൻസ് ഓക്കെ under external electric field displacement of atoms, atomic components, ഇതിനാണുള്ള അയോണിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. നിങ്ങൾക്കറിയാം, നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സോഡിയം ഇങ്ങോട്ട് വരും, അതേപോലെ ക്ലോറിൻ ഇങ്ങോട്ട് വരും അല്ലേ. ഇതാണ് ശരിക്കും നടക്കുന്ന അയോണിക് പോളറൈസേഷൻ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, രണ്ടും ക്ലോറിനും സോഡിയം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ എപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴാണ് ക്യാൻസൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ക്യാൻസൽഡ്, displacement stops when the ionic binding force stops the process. ഇതാണ് നടക്കുന്ന പ്രോസസ്സ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, PI ionic polarization is equal to alpha E, or alpha E is called the ionic polarization. അടുത്താണ് നമുക്ക് ഓറിയൻറ്റേഷൻ പോളറൈസേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ മെയിൻലി ഒരു നോൺ പോളാർ മോളിക്യൂൾ വരികയാണെങ്കിൽ മിക്കവാറും പോളാർ മോളിക്യൂൾസ് നമുക്കൊരു എക്സാമ്പിൾ, അപ്പോൾ HCl, ഇതിപ്പോൾ HCl അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ്, HCl, ഇതൊക്കെ നമുക്കൊരു പോളാർ മോളിക്യൂൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, സപ്പോസ് വി ആർ അപ്ലൈ എക്സ്റ്റേണൽ ഫീൽഡ്, അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്തു അല്ലേ. ഇപ്പോൾ ഒരു ഡൈപോൾ ഈ ഡയറക്ഷനാണെങ്കിൽ അല്ലേ, പ്ലസ് ചാർജ് മൈനസ് ചാർജ് അല്ലേ, എന്ത് സംഭവിക്കും, the dipole will align in the direction of electric field, due to the torque. ഒരു ടോർക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ടോർക്ക് ഉള്ളതുകൊണ്ട് എന്താ, they will align in the
അലൈൻ ചെയ്യാൻ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ നമ്മൾ സംഭവിക്കാം, ഈ റാൻഡമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോളാർ മോളിക്യൂൾസ് ദേ വിൽ അലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് റാൻഡം അലൈൻഡ് polar molecules get aligned in the direction of electric field. ഇതാണ് ഓറിയന്റേഷൻ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മറ്റേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തെർമൽ ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ സംഭവിക്കും ഈ ഓറിയന്റേഷൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും ചിലപ്പോൾ ഓറിയന്റേഷൻ നടക്കുന്നില്ല ഡ്യൂ ടു തെർമൽ അജിറ്റേഷൻ. അപ്പോൾ ഇതിനെ പറയുന്നത് നമുക്കറിയാം P0. നമുക്ക് നേരത്തെ ഉള്ള P0 α0 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഈ α0 ഓറിയന്റേഷൻ പോളറൈസേഷൻ എന്നൊക്കെ പറയും. ഇത്രയുള്ള ഓറിയന്റേഷൻ പോളറൈസേഷൻ. അടുത്തത് ഫെറോ ഇലക്ട്രിസിറ്റി. എന്താ നോക്കാം, ഫെറോ ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് പോളറൈസേഷൻ. in absence of external field. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെറോ absence of electric field. അതിനെയാണ് നമ്മൾ പറയുന്നത് ഫെറോ ഇലക്ട്രിസിറ്റി. The crystals which exhibit ferroelectricity is called ferroelectric crystals. An example ആണ് ferroelectric crystals. അപ്പോൾ എന്താണ് ferroelectric crystals which have spontaneous polarization in absence of external magnetic field. അപ്പോൾ അതിൻ്റെ തന്നെ ഇലക്ട്രിക് പോളറൈസേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഫെറോഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫെറോഇലക്ട്രിക്കിൻ്റെ ഫെറോഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഹൈസ്റ്റീരിയസിസ്. ഹൈസ്റ്റീരിയസ് ഇലക്ട്രിക് കർവ്. ഓക്കെ, അപ്പോൾ ഈ ഹൈസ്റ്റീരിയസ് കർവ് എന്നതിൻ്റെ പോളറൈസേഷൻ വേഴ്സസ് ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഹൈസ്റ്റീരിയസ് കർവാണ് ഈ ഒരു ഫെറോ ഇലക്ട്രിക്കിൻ്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പോളറൈസേഷൻ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ ഇതിന് ഹൈസ്റ്റീരിയസ് കർവ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഫെറോ ഇലക്ട്രിക് ക്രിസ്റ്റലിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ആദ്യം സീറോ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ, പിന്നെ ചെറുതായിട്ട് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുക, പിന്നെ അതേപോലെ കുറയ്ക്കുക. ഓക്കെ, അതാണ് നമ്മളുടെ ഹൈസ്റ്റീരിയസ് കർവിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇതുമാണ് എക്സ് ആക്സിസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക, അതേപോലെ വൈ ആക്സിസ് പോളറൈസേഷൻ. അപ്പോൾ ഒറിജിൻ ഇതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡും പോളറൈസേഷൻ ലീനിയർ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ചെറിയൊരു ലീനിയാരിറ്റി ഉണ്ട് അല്ലേ, ഗ്രാഫ് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും തോറും പോളറൈസേഷൻ കൂടി വരും, അവസാനം അതൊരു ലീനിയർ ആയിട്ട് വരും. അപ്പോൾ മാക്സിമം ഇതിനകത്ത് എത്തും അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പോളറൈസേഷൻ മാക്സിമം എത്തും. അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോളറൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഏകദേശം ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് പറയും, PS എന്ന് പറയും. ഓൾമോസ്റ്റ് ലീനിയർ ആണ്, അതുകൊണ്ട് നമ്മൾ PS സാച്ചുറേഷൻ പോളറൈസേഷൻ എന്ന് പറയും അല്ലേ. ഓക്കെ, നമ്മളിങ്ങനെ കൂട്ടി ഇങ്ങനെ വന്നു. ഇതാണ്. ഇനി ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് കുറയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് കുറച്ചാലും ഇലക്ട്രിക് ഫീൽഡ് കുറച്ചാലും ഇത് കൂടെ വരയ്ക്കാം. ഇനി വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കുറയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് സീറോ കുറച്ച് വീണ്ടും സീറോ എടുക്കുക. ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയാലും അതിനകത്തൊരു റെസിഡിയൽ പോളറൈസേഷൻ ഉണ്ട്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആക്കിയാലും അതിനകത്ത് കുറച്ച് പോളറൈസേഷൻ റെസിഡിയലായിട്ട് അവിടെ തന്നെ നിലനിർത്തും. ആദ്യം പോളറൈസേഷൻ സീറോ ആയിരുന്നു, കാരണം പോളറൈസേഷൻ സീറോ എന്ന് പറയാൻ കാരണം ഇത് ഫെറോഇലക്ട്രിക് മെറ്റീരിയൽ റാൻഡം ഓറിയന്റേഷൻ ഉള്ളതുകൊണ്ട് എന്തായിരിക്കും, ഈ നെറ്റ് പോളറൈസേഷൻ സീറോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം കൂടെ ഓറിയൻറ്റ് ചെയ്തിട്ട് മാക്സിമം ഓറിയൻറ്റേഷൻ എത്തിക്കാൻ നമുക്ക് മാക്സിമം പോളറൈസേഷൻ കിട്ടും. അത്
സാച്ചുറേഷൻ പോളറൈസേഷൻ നമ്മൾ പറയും. ഇതാണ് ഈ പോയിന്റാണ് മാക്സിമം സാച്ചുറേഷൻ ഇതാണ് പി എസ്, ഇതാണ് സാച്ചുറേഷൻ പോളറൈസേഷൻ. മാക്സിമം എത്തിക്കഴിഞ്ഞാൽ പോളറൈസേഷൻ മാക്സിമം എത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് കുറച്ച് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിക്കഴിഞ്ഞാൽ ദർ ഇസ് എ റെസിഡൻഷ്യൽ പോളറൈസേഷൻ. അതിന് പി ആർ എന്ന് പേര് പറഞ്ഞു, റെസിഡൻഷ്യൽ പോളറൈസേഷൻ. അപ്പോൾ അതിനകത്ത് ഇൻബിൽഡായിട്ടൊരു പോളറൈസേഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഈ പി ആർ നമുക്ക് എങ്ങനെ സീറോ ആക്കാം? വീണ്ടും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യാം. നെഗറ്റീവ് ഡയറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഒരു ഇ ഈക്വൽ ടു മൈനസ് ഇ സി. ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇ സി ആക്കുമ്പോൾ ഈ റെസിഡൻഷ്യൽ പോളറൈസേഷൻ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതിന് നമ്മൾ കോറിസീവ് ഫീൽഡ്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സ്പോണ്ടേനിയസ് പോളറൈസേഷൻ ഉണ്ട്. സ്പോണ്ടേനിയസ് പോളറൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അതിനകത്തുള്ള പോളറൈസേഷൻ ഇൻ ദ അബ്സെൻസ് ഓഫ് ഫീൽഡ് അല്ലേ. അത് ചിലപ്പോൾ സീറോ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് റെസിഡ്യൂവൽ പോളറൈസേഷൻ റെസിഡൻഷ്യൽ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹിസ്റ്റീരിസിസ് കർവിൽ എക്സ്റ്റേണൽ ഫീൽഡ് സീറോ ആയിക്കഴിഞ്ഞായിരിക്കും ദർ ഇസ് എ ഇൻബിൽഡ് പോളറൈസേഷൻ ലെഫ്റ്റ്. അടുത്തത് കോറിസീവ് ഫീൽഡ്. കോറിസീവ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോറിസീവ് ഫീൽഡ് ഈ വിച്ച് ഈസ് ദ നെഗറ്റീവ് ഫീൽഡ് അല്ലേ, വിച്ച് ഈസ് എ ഇലക്ട്രിക് ഫീൽഡ് applied to material, negative applied field applied to the material to cancel the residual polarization. അത് നമ്മൾ ഈസി എന്ന് പറയും. ഇനി വീണ്ടും നെഗറ്റീവ് നമ്മൾ ഈസി വീണ്ടും നെഗറ്റീവ് കൂട്ടിക്കാൻ സംഭവിക്കുക. അത് വീണ്ടും സംഭവിക്കുക. അത് വീണ്ടും ഇങ്ങനെ കറവുണ്ടായിരുന്നു ഇങ്ങനെ കൂട്ടും. ഇതാണൊരു ഹൈസ്റ്റീരിയസിസ് കർവിൻ്റെ സ്ട്രക്ചർ അല്ല. ഇവിടെ അതേപോലെ ക്യൂരിയോസിറ്റി ഉണ്ട്, അതായത് ഇവിടെ എന്തുണ്ട്, പി എസ്. ഡയഗ്രം അത്ര കറക്റ്റായില്ല. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ പി എസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ മുകളിൽ നിന്നുണ്ട് റെസിഡൻഷ്യൽ പോളറൈസേഷൻ ഉണ്ട്. അതേപോലെ ലെഫ്റ്റിലും റൈറ്റിലും കോറിസീവ് ഫീൽഡ്. അതിനകത്ത് മൂന്ന് കാര്യങ്ങൾ: സ്പോണ്ടേനിയസ് പോളറൈസേഷൻ, റെസിഡ്യൂവൽ പോളറൈസേഷൻ, കോറിസീവ് ഫീൽഡ്. അപ്പോൾ ഇത് മൂന്നാണ് ഇതിൻ്റെ ഹിസ്റ്റീരിസിസ് കർവ്. ഓക്കെ. അപ്പോൾ ഈ ഷേപ്പ് മാറും, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു ഷേപ്പ് ഹിസ്റ്റീരിസിസ് കർവിൻ്റെ ഷേപ്പ് മാറും അല്ലേ. ഇനി ഇലക്ട്രിസിറ്റി ഡിസപ്പിയർ ചെയ്യും. Ferroelectricity disappears at a particular temperature. നമ്മൾ അതിൻ്റെ പേര് പറയുന്നത് particular temperature or Curie temperature or transition temperature or the Curie temperature. Curie point അല്ലെങ്കിൽ Curie temperature അല്ലേ. ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഫെറോഇലക്ട്രിസിറ്റി ഡിസിപ്പയർ ചെയ്യും. അതിന് നമ്മളൊന്ന് ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നമുക്ക് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. റിലേറ്റീവ് C/T - TC. TC is the dielectric constant, C is the Curie constant. ഇതാണൊരു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഫെറോഇലക്ട്രിക് സിസ്റ്റം. അപ്പോൾ നമുക്ക് കാണാം T = TC ആകുമ്പോൾ ഓൾമോസ്റ്റ് റിലേറ്റീവ്, C ഇൻഫിനിറ്റി ആവുന്ന കാണാം. ഓക്കെ. ഇതാണ് ഈ ഒരു ഫെറോഇലക്ട്രിസിറ്റി. ഇത്രയേ ഉള്ളൂ ഈ ഫെറോഇലക്ട്രിസിറ്റിയെ കുറിച്ച് ഞാനിവിടെ നിർത്തുന്നു.